ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളത്ത് എന്നാണ് പേതൃത്വയും വിഭൂതിയും? വിഭൂതി ബുധനോ നിർമ്മല തിങ്കളോ? കുരിശുമര തിരുനാള്, കരിക്കുരി തിരുനാള്, നിർമ്മല തിങ്കള്, വിഭൂതി ബുധൻ, ഇങ്ങനെ നിരവധി വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അതിന് മറുപടി കൊടുക്കാമോ എന്ന് ചോദിച്ച് ചിലര് എനിക്ക് സന്ദേശം അയച്ചു. എന്നാണ് പേത്രത്ത എന്നും സാമാന്യ ഭാഷയിൽ പറയാറുണ്ട്. എന്നാണ് വലിയ നോമ്പ് ആരംഭിക്കുന്നത്? വിഭൂതി ആഘോഷിക്കുന്നത് ബുധനാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ? ഈ നിർമ്മല തിങ്കൾ, ക്ലീൻ മൺഡേ എന്ന് വിളിക്കുന്നത് എന്താണ്? ഷ്രോവ് ട്യൂസ്ഡേ, പാപമോചന ചൊവ്വ എന്ന് വിളിക്കുന്നത് എന്താണ്? പൗരസ്ത്യ സഭകള് വിഭൂതി ബുധൻ എന്ന് പറയാതെ നിർമ്മല തിങ്കൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ലത്തീൻ സഭയും പൗരസ്ത്യ സഭകളായ സീറോ മലബാർ സഭ തുടങ്ങിയുള്ള പൗരസ്ത്യ സഭകള് വെവ്വേറെ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നത്, വലിയ നോമ്പ് ആരംഭിക്കുന്നത് എന്തുകൊണ്ട്? കറുത്ത ഉപവാസം, ബ്ലാക്ക് ഫാസ്റ്റ്, അല്ലെങ്കിൽ കഠിന ഉപവാസം, സ്ട്രിക്റ്റ് ഫാസ്റ്റ് എന്നെല്ലാം പറയുന്നത് എന്താണ്? ചാരം പൂശുന്ന പാരമ്പര്യം പാശ്ചാത്യമോ പൗരസ്ത്യമോ? ആരൊക്കെയാണ് പണ്ട് കാലത്ത് ചാരം പൂശിയിരുന്നത്? എന്നു മുതലാണ് ചാരം പൂശുന്ന പാരമ്പര്യം സഭയിൽ ഉടലെടുക്കുന്നത്? ചാരം പൂശുന്നതിനെ കുറിച്ച് ബൈബിൾ എന്ന വേദത്താളുകൾ എന്തെല്ലാം പറയുന്നു? ഓശാന ഞായറാഴ്ച ആശീർവദിച്ച കുരുത്തോല കത്തിച്ചാണ് ചാരം അഥവാ ഭസ്മം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾക്കാണ് ഈ വീഡിയോയിൽ ഉത്തരം നൽകുന്നത്. ക്രിസ്തുവർഷം 325 നിക്യ സൂനകദോസാണ് അതിന്റെ 1700 ജൂബിലി ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം ആഘോഷിച്ചത്. ക്രിസ്തുവർഷം 325 നിക്യ സൂനകദോസാണ് 40 ദിവസത്തെ നോമ്പാചരണം സഭയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അത് എല്ലാ ക്രിസ്ത്യാനികളും ആചരിക്കണം എന്നാണോ ഉദ്ദേശിച്ചത്? അതോ മറ്റ് മതങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനികളാകുന്നവർക്ക് വലിയ ശനിയാഴ്ചയാണ് മാമോദീസ കൊടുത്തിരുന്നത്, ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ. അപ്പോൾ അതിനു മുൻപ് ദുഃഖ ശനിയാഴ്ച എന്ന് പറയുന്ന വലിയ ശനിയാഴ്ച അല്ലെങ്കിൽ പെസക ശനിയാഴ്ച, അതിനൊരുക്കമായിട്ട് 40 ദിവസത്തെ നോമ്പ് ആചരിക്കണം ഈ മാമോദീസ സ്വീകരിക്കാൻ വരുന്നവര്. അങ്ങനെയാണോ ഉദ്ദേശിച്ചിരുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഏതായാലും പിന്നീട് എല്ലാ ക്രിസ്ത്യാനികളും 40 ദിവസത്തെ നോമ്പ് ആചരിക്കുന്ന പതിവ് സഭയിൽ ആരംഭിച്ചു. സുറിയാനിയിൽ സൗമ റംബ എന്നാണ് വിളിക്കുന്നത്, വലിയ നോമ്പ്. ഉയർപ്പ് തിരുനാളിന് മുൻപ് 7 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ആത്മീയ ഒരുക്കത്തിന്റെ കാലമായിട്ടാണ് സുറിയാനി സഭകൾ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ, ഈ നോമ്പ് കാലത്തെ വലിയ നോമ്പ് സൗമ റംബ എന്ന വലിയ നോമ്പിനെ വിഭാവനം ചെയ്യുന്നത്. ഈശോയുടെ മാമോദീസയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇതിന് തൊട്ട് മുമ്പത്തെ കാലം. നോമ്പുകാലത്തിന് മുമ്പുള്ളത് എന്താണ്? ദരഹക്കാലം. അത് ഈശോയുടെ മാമോദീസയുമായി ബന്ധപ്പെട്ട. ഈ മാമോദീസ കഴിഞ്ഞ് ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ, ലൂക്കാസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെ വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ. അപ്പൊ മാമോദീസയ്ക്ക് തൊട്ട് പിന്നാലെ വരുന്നത്, ദരഹക്കാലത്ത് തൊട്ട് പിന്നാലെ വരുന്നത് 40 ദിവസത്തെ നോമ്പുകാലമാണ്. ഉപവാസത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും കാലമാണ്. അപ്പോ ഈശോയുടെ പരസ്യ ജീവിതത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് 40 ദിവസത്തെ ഉപവാസം ഈശോ ചെയ്തതുപോലെ അതിന്റെ ആ പരസ്യ ജീവിതത്തിന്റെ സമാപനത്തില് കുരിശുമരണവും പെസഹവ്യാഴം, ദുഃഖവെള്ളി, പിന്നെ ദുഃഖശനി, തിരുവുത്ഥാനം. അപ്പൊ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾ, പെസഹ രഹസ്യങ്ങൾ മുഴുവൻ സംഭവിക്കുന്നത് ഈ കാലയളവിലാണ്. ഇവയെല്ലാം ചേരുമ്പോൾ 50 ദിവസം നീണ്ടു നിൽക്കുന്ന സൗമ റംബ, വലിയ നോമ്പ്. ചില പൗരസ്ത്യ സഭകളിൽ 50 ദിവസമാണെങ്കിലും ഈ ഉപവാസ ദിനങ്ങൾ 40 ഉള്ളൂ.
ചില പൗരത്വ സഭകളിൽ ശനിയും ഞായറും ഉപവാസ ദിനങ്ങളായി പരിഗണിക്കുന്നില്ല. പക്ഷെ എല്ലാ സഭകളിലും ഉപവാസ ദിനങ്ങൾ 40 തന്നെയാണ്. കണക്കാക്കുന്ന വിധത്തിൽ അന്തരമുണ്ട്. അതുകൊണ്ടാണ് നോമ്പ് ആരംഭിക്കുന്ന ദിവസത്തിലും അന്തരമുള്ളത്. സീറോ മലബാർ സഭയില് ഉയർപ്പ് തിരുനാളിന് മുൻപ് 7 ആഴ്ച കണക്കാക്കിയിട്ടാണ് പേതൃത്വ ഞായറാഴ്ച വലിയ നോമ്പ് ആരംഭിക്കുന്നത്. ഈ സീറോ മലബാർ സഭയിലെ വേദപഞ്ചാംഗം പരിശോധിച്ചാല് എല്ലാ കാലങ്ങളും ആരംഭിക്കുന്നത് പൊതുവെ ഞായറാഴ്ചയാണ്. അപ്പൊ കർത്താവിന്റെ ദിവസം കർത്തൃ ദിവസം എന്ന് പറയുന്ന വെളിപാട് പുസ്തകം 1:10 ആ ദിവസം കർത്താവിന്റെ തിരുവുത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഉത്ഥിതനായ കർത്താവുമായി കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വേദപഞ്ചാംഗത്തിലെ സഭാവത്സരത്തിലെ കാലങ്ങളെല്ലാം ആരംഭിക്കുന്നത്. എങ്കിലും ഞായറാഴ്ചകളിൽ ഉപവാസമില്ല. അത് ഉത്ഥാനത്തിന് ആഘോഷമായതിനാൽ ഉപവാസ ദിനമല്ല ഞായറാഴ്ച. ഈ സീറോ മലബാർ സഭയിൽ പറഞ്ഞല്ലോ 7 ആഴ്ചകള്, അതായത് ഉയർപ്പ് തിരുനാളിന് മുൻപ്, തിരുവുത്ഥാന തിരുനാളിന് മുൻപ് 7 ആഴ്ച കണക്കാക്കിയിട്ട് പേതൃത്വം എന്ന് പറയുന്നത് ഈ നോമ്പ് തുടങ്ങുന്ന ഞായറാഴ്ചയാണ്. പക്ഷെ ഞായറാഴ്ച ഉപവാസ ദിനമല്ലാത്തത് കൊണ്ടും നോമ്പിലേക്കുള്ള ആഘോഷമായ പ്രവേശനമായിട്ട് പേതൃത്വം എന്ന് പറയുന്ന തിരുനാളിനെ കണക്കാക്കുന്നത് കൊണ്ടും ആ ഞായറാഴ്ച വൈകിട്ട് റംഷയോട് കൂടിയാണ് നോമ്പ് ആരംഭിക്കുന്നത്. പേതൃത്വ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കും 9 മണിക്കും, വൈകിട്ട് 6 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള റംഷ പ്രാർത്ഥനയോട് കൂടിയാണ് നോമ്പ് ആരംഭിക്കുന്നത്. ഈ പീഡാനുഭവ വെള്ളിയും വലിയ ശനിയും ഞായറാഴ്ചയിൽ നമ്മൾ പറഞ്ഞു ഉപവാസ ദിനങ്ങളെ കണക്കാക്കുന്നില്ല. പീഡാനുഭവ വെള്ളിയും വലിയ ശനി അല്ലെങ്കിൽ ദുഃഖശനിയും തീവ്രമായ പ്രാർത്ഥനയുടെയും അതിതീവ്രമായ ഉപവാസത്തിന്റെയും ദിനങ്ങളാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ എങ്ങനെയാണോ അതുപോലെയുള്ള മരണവീട്ടിലെ പോലെയാണ് ഈ ദുഃഖവെള്ളിയും ദുഃഖശനിയും സീറോ മലബാർ സഭയിൽ ആഘോഷിക്കുന്നത്. അപ്പൊ അതിനെ വെറും ഒരു ഉപവാസ ദിനമായിട്ടല്ല, തീവ്രമായ ദുഃഖത്തിന്റെയും അതിതീവ്രമായ ഉപവാസത്തിന്റെയും ദിനങ്ങളാണ്, അതിതീവ്രമായ വിലാപത്തിന്റെ ദിനങ്ങളാണ്, മരണവീട്ടിലുള്ളതുപോലെ. അപ്പോ ഞായറാഴ്ചകളും ഈ ദിവസങ്ങളും ഒഴിവാക്കിയാല് 6 ആഴ്ചകളില് 6 വീതം 36 ദിവസങ്ങൾ. പിന്നെ പെസക ആഴ്ചയിലെ, അത് 7-ാം ആഴ്ചയിലെ തിങ്കൾ മുതൽ പെസക വ്യാഴം ഉൾപ്പെടെ 4 ദിവസങ്ങൾ. അപ്പം മൊത്തം എത്രയായി? 40. 6 ആഴ്ചകളിൽ 6 വീതം 36 ദിവസങ്ങൾ. ഞായറാഴ്ചകൾ മാറ്റി, ദുഃഖവെള്ളി മാറ്റി, ദുഃഖശനി മാറ്റി. പിന്നെ ഈ പെസക വ്യാഴാഴ്ച വരെയുള്ള അവസാനത്തെ ആഴ്ചയിലെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, ഈ 4 ദിവസങ്ങളും ചേരുമ്പോൾ 36, 4, 40. അങ്ങനെ 40 ദിവസങ്ങളാണ് നോമ്പ് ദിവസങ്ങൾ അല്ലെങ്കിൽ ഉപവാസ ദിനങ്ങളായിട്ട് പരിഗണിക്കുന്നത്. വലിയ നോമ്പിൽ ആദ്യത്തെ ഞായർ പേതൃത്വ ഞായർ അല്ലെങ്കിൽ പേത്രത്ത എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അന്ന് വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ ചൊല്ലുന്ന റംഷ പ്രാർത്ഥനയോടെയാണ് നോമ്പുകാലം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. ഈ പേതൃത്വ അല്ലെങ്കിൽ പേത്രത്ത എന്ന് പറയുന്ന വാക്കിന് പല അർത്ഥങ്ങൾ പറയുന്നുണ്ട്. തിരികെ വരിക, കടന്നു പോവുക, അവസാനിക്കുക, തിരിഞ്ഞു നോക്കുക, ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. പഥർ എന്നാണ് ക്രിയാധാതു. പഥർ എന്ന ക്രിയാധാതു സുറിയാനി വാക്കെന്ന് എന്റെ വിചാരം. ഈ ഓരോ അർത്ഥവും അനുസരിച്ചും ഓരോ വ്യാഖ്യാനങ്ങൾ നൽകപ്പെടാം. ജീവിതത്തിലേക്ക്, കഴിഞ്ഞുപോയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഒരു ആത്മശോധന നടത്തുക എന്ന അർത്ഥമാകാം പേതൃത്വയ്ക്ക്. അതല്ലെങ്കിൽ ഈ പേതൃത്വം വലിയ സദ്യയോടുകൂടി കഴിക്കുന്ന ഞായറാഴ്ച ഇറച്ചി, മീനും, മുട്ടയും എല്ലാം കൂടി വളരെ വിഭവസമൃദ്ധമായ സദ്യയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുന്നത് കർത്താവിന്റെ ധനഹായിലേക്കാകാം. അതായത് പ്രത്യക്ഷപ്പെട്ട് ലോകത്തിന് മുഴുവൻ വെളിപ്പെട്ട ഒരു ആളെ നോക്കി നമ്മൾ സന്തോഷിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവന്റെ പരസ്യ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഇവൻ ദൈവപുത്രനാണ് വെളിപ്പെടുത്തിയിട്ടാണല്ലോ രക്ഷാക്രമത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത് എന്നതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുള്ള ഒരു ആഘോഷമായിട്ടും പേതൃത്വത്തെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ പശ്ചാത്താപത്തിലൂടെ കടന്നുപോകാൻ അർത്ഥമുണ്ട്. പശ്ചാത്താപത്തിലൂടെ കടന്നുപോയി അനുരഞ്ജനം പ്രാപിക്കുക എന്നൊരർത്ഥമുണ്ടാകാം പേതൃത്വയ്ക്ക്. അവസാനിപ്പിക്കുന്ന ഒരർത്ഥമുണ്ട്. പാപജീവിതമൊക്കെ അവസാനിപ്പിച്ചിട്ട് പാപമോചനം തേടുക എന്നൊരർത്ഥമുണ്ടാകാം. ഏതായാലും ഉപവാസം, പ്രാർത്ഥന, ധർമ്മദാനം എന്നിവയിലൂടെ ശുദ്ധീകരണം പ്രാപിക്കുന്ന കാലയളവാണ് ഇത്. പേതൃത്വമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണ് പേതൃത്വ. അത് ഞായറാഴ്ച ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിഞ്ഞു. ഈ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് പിന്നെ റംഷ പ്രാർത്ഥന തുടങ്ങുന്ന നോമ്പ് ആരംഭിക്കുകയാണ്. അപ്പൊ ഈ ഭക്ഷണം ഉണ്ടാക്കിയ, അതായത് പ്രത്യേകിച്ചും ഇറച്ചി, മീനൊക്കെ ഉണ്ടാക്കിയ മൺകലങ്ങളാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. ആ കലങ്ങളെല്ലാം ഉടച്ചു കളയുന്നതും ഒരു പതിവായിരുന്നു.
അതൊരു ആചാരം കൂടിയായിരുന്നു. പേതൃത്വയിൽ ഉണ്ടാക്കിയ ഇറച്ചിയും മത്സ്യമാംസാദികളൊക്കെ വേവിക്കാൻ ഉപയോഗിച്ച കലങ്ങള് ആചാരപരമായിട്ട് അത് ഉടച്ചു കളയുമായിരുന്നു. അത് പേതൃത്വ തിരുനാള് അത് അതിന്റെ മണം നിൽക്കാൻ വേണ്ടിയല്ല, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുന്നത് ഒരു ആചാരമായിട്ട് അവതരിപ്പിക്കുകയാണ്. അതാണ് ഈ പേതൃത്വ എന്ന് പറയുന്ന ആ ദിവസത്തെ ഈ കലമുടക്കൽ പരിപാടിയുടെ അർത്ഥം. ഈ അങ്ങനെ കലം ഉടച്ചു കളയുന്നത് കൊണ്ടായിരിക്കണം പിറ്റേ ദിവസം നമ്മൾ വിഭൂതി തിങ്കൾ എന്നല്ല പൗരത്വ സഭകൾ പറയണേ, ക്ലീൻ മൺഡേ എന്നാണ്. നിർമ്മല തിങ്കള്, ക്ലീൻ മൺഡേ, നിർമ്മല തിങ്കൾ. അതായത് വീടെല്ലാം അടിച്ചുവാരി ഈ മത്സ്യമാംസാദികള് വെച്ച കലങ്ങളടക്കം ഉടച്ചു കളഞ്ഞു, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു, പുതിയ മനുഷ്യനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ നിർമ്മല തിങ്കൾ, ക്ലീൻ ശുദ്ധമായ തിങ്കൾ, നിർമ്മല തിങ്കൾ, ക്ലീൻ മൺഡേ എന്നാണ് പൗരത്വ സഭകള് നോമ്പ് ആരംഭിക്കുന്ന തിങ്കളാഴ്ചയെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പേതൃത്വ എന്ന് പറയുന്ന ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് 9 മണിക്കുമാണ് റംശ പ്രാർത്ഥന. ആ റംശ പ്രാർത്ഥനയോടെയാണ് നോമ്പും ഉപവാസമൊക്കെ ആരംഭിക്കുന്നത്. അതാണ് വലിയ നോമ്പിന്റെ സൗമാരംഭയുടെ ഗാംഭീര്യം കലർന്ന ആരംഭം. പിറ്റേ ദിവസം വൈകുന്നേരം, തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്കുള്ള റംശ പ്രാർത്ഥനയോടെയാണ് ഈ ഉപവാസം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ തലേ ദിവസം 9 മണി തൊട്ട് 6 മണി തൊട്ട് 9 മണി വരെയുള്ള റംശ പ്രാർത്ഥന. എപ്പോ വേണമെങ്കിലും അത് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് റംശയ്ക്ക് പോകുന്നത്. ആ റംശയോടുകൂടി ഉപവാസം ആരംഭിക്കുക. പിറ്റേ ദിവസം 6 മണിക്കാണ് തീരുന്നത്. അപ്പൊ 24 മണിക്കൂർ ഉപവാസമാണ്. അത് ഞായറാഴ്ച വൈകിട്ട് 6 മണി തൊട്ട് തിങ്കളാഴ്ച വൈകിട്ട് 6 മണി വരെ ഉപവാസമാണ്. അതുകൊണ്ട് അതിനെ ബ്ലാക്ക് ഫാസ്റ്റ് എന്നാണ് വിളിക്കുക. കറുത്ത ഉപവാസം 24 മണിക്കൂറാണ്. നമ്മൾ ഒരു നേരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുരുക്കമെങ്കിലും വളരെ കർശനമായ കഠിനമായ ഒരു ഉപവാസമായിരുന്നു അത്. അതുകൊണ്ട് സ്ട്രിക്റ്റ് ഫാസ്റ്റ് എന്നും അതിന് വിളിച്ചിരുന്നു. കണിശമായ ഉപവാസം എന്നും ബ്ലാക്ക് ഫാസ്റ്റ്, കറുത്ത ഉപവാസം എന്നൊക്കെ അതിനെ വിളിച്ചിരുന്നു. ഉപവാസം, ധർമ്മദാനം, പ്രാർത്ഥന, ഈ 3 യഹൂദ ഭക്താഭ്യാസങ്ങള് ക്രിസ്ത്യാനികൾക്ക് വേണമെന്നും അത് അനുഷ്ഠിക്കുമ്പോൾ എന്താണ് ക്രിസ്ത്യാനികൾ ചെയ്യേണ്ട മനോഭാവമെന്നും ഒക്കെ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 1 മുതൽ 18 വരെ വാക്യങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം അതേക്കുറിച്ച് അതിന്റെ ആ 3 തമ്മിലുള്ള ബന്ധമൊക്കെ, അതുപോലെ ഉപവാസത്തിന്റെ 20 ലക്ഷ്യങ്ങളൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് വിഭൂതി സീറോ മലബാർ സഭയില് വിഭൂതി എന്നല്ല നമ്മൾ പറയാറ്, എങ്കിലും വിഭൂതി, നിർമ്മല തിങ്കളാഴ്ച ആചരിക്കുന്ന ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഞായറാഴ്ച, പേതൃത്വ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് റംശ പ്രാർത്ഥനയോടെ നോമ്പ് ആരംഭിക്കുന്നു, ഉപവാസം ആരംഭിക്കുന്നു. അത് 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉപവാസം. അതോടുകൂടി നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അത് ബുധനാഴ്ച വരെ നീട്ടി എത്ര ദിവസം ഉപവാസം എടുക്കണം? അത് പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് തിങ്കളാഴ്ച നമ്മൾ വിഭൂതി ആചരിക്കുന്നത്. പക്ഷെ വിഭൂതി എന്നല്ല നമ്മൾ പറഞ്ഞിരുന്നത് ക്ലീൻ തിങ്കൾ എന്നാണ് പറഞ്ഞിരുന്നത്, ക്ലീൻ മൺഡേ എന്നാണ് പറഞ്ഞിരുന്നത്. ലത്തീൻ സഭയില് ഈ 40 എന്ന സംഖ്യ കണക്കാക്കുന്നത് വേറെ രീതിയിലാണ്. ക്രിസ്തുവർഷം 601 മഹാനായ ഗ്രിഗറി മാർപ്പാപ്പ ഉയർപ്പ് തിരുനാളിന് 46 ദിവസം മുൻപ് നോമ്പ് തുടങ്ങുന്ന പതിവിന് ഔദ്യോഗിക അംഗീകാരം നൽകി. അപ്പൊ അത് നിലനിന്നിരുന്നിരിക്കണം. അതിന് ഔദ്യോഗിക അംഗീകാരം നൽകിയത് മഹാനായ ഗ്രിഗറി 1 മാർപ്പാപ്പ ക്രിസ്തുവർഷം 601 46 ദിവസം മുമ്പ് തുടങ്ങിയാലേ 40 എന്ന സംഖ്യ തികയൂ. കാരണം എന്താ? 6 ഞായറാഴ്ചകൾ ഒഴിവാക്കി. ഞായറാഴ്ചകൾ ഉപവാസ ദിനമായി കണക്കാക്കില്ല, കർത്താവിന്റെ തിരുവുത്ഥാനത്തിന് ആഘോഷമായതിനാൽ. അപ്പൊ 6 ഞായറാഴ്ചകൾ ഒഴിവാക്കിയാൽ 40 എന്ന് കിട്ടണമെങ്കിൽ 6 ഞായറാഴ്ചകൾ ഒഴിവാക്കിയാൽ 46 ദിവസം മുമ്പ് തുടങ്ങണം. അപ്പോൾ ഞായറാഴ്ചകൾ ഒഴിവാക്കി 36 ദിവസമല്ലേ ഉള്ളൂ. പിന്നെ 4 ദിവസം ഒന്ന് കൂട്ടിച്ചേർക്കണ്ടേ? 4 ദിവസം കൂട്ടിച്ചേർക്കണ്ടേ? അപ്പോ ഞായറാഴ്ചകൾ 6 ഞായറാഴ്ചകൾ ഒഴിവാക്കിയാൽ 36 ദിവസമേ ഉള്ളൂ. 40 കിട്ടണമെങ്കിൽ 4 ദിവസം കൂട്ടിച്ചേർക്കണം. അപ്പൊ എന്ത് ചെയ്തു? ആ നോമ്പ് തുടങ്ങുന്നതിന്റെ തലേ ശനിയാഴ്ച, വെള്ളിയാഴ്ച, വ്യാഴാഴ്ച, ബുധനാഴ്ച, അങ്ങനെയാണ് വിഭൂതി ബുധനാഴ്ച തുടങ്ങിയത്. 46 ദിവസം മുമ്പ് തുടങ്ങിയാലേ, ഉയർപ്പിന് 46 ദിവസം മുമ്പ് തുടങ്ങിയാലേ 40 കിട്ടും. കാരണം 6 ഞായറാഴ്ചകളും ഇതിൽ നിന്ന് ഒഴിവാക്കണം. കാരണം അത് ഞായറാഴ്ച ഒരു സഭയിലും ഉപവാസ ദിനമായിട്ട് കണക്കാക്കില്ല, നോമ്പിന്റെ ദിവസമായിട്ടും കണക്കാക്കില്ല. നമ്മൾ നോമ്പ് ലംഘിക്കൊന്നുമില്ല, പക്ഷെ അത് കണക്കാക്കില്ല. അപ്പൊ 40 എന്ന സംഖ്യ കിട്ടണമെങ്കിൽ 46 ദിവസം മുമ്പ് തുടങ്ങണം. ഉയർപ്പിന് 46 ദിവസം മുമ്പ്. 6 ആഴ്ചകൾ ഒഴിവാക്കിയാൽ 36 ദിവസമേ ഉള്ളൂ. പിന്നെ 4 ദിവസം കൂടി വേണം.
അപ്പോ നോമ്പ് തുടങ്ങുന്ന ഞായറാഴ്ചയുടെ തലേ ബുധനാഴ്ച തുടങ്ങുന്നു. ബുധൻ, വ്യാഴം, വെള്ളി, ശനി 4 ദിവസം കിട്ടി. അപ്പൊ 36 4 40. അതുകൊണ്ടാണ് വിഭൂതി ലത്തീൻ സഭയിൽ വിഭൂതി ബുധനാഴ്ച തുടങ്ങുന്നത്. ഈ വിഭൂതി തുടങ്ങുന്ന ബുധനാഴ്ച അതിന്റെ തലേ ദിവസത്തെ ഷ്രോവ് ട്യൂസ്ഡേ എന്നാണ് വിളിക്കുക. പാപമോചന ചൊവ്വ എന്നാണ് അതിനെ സാധാരണ തർജ്ജമ ചെയ്യുന്നത്. പാപമോചന ചൊവ്വ, ഷ്രോവ് ട്യൂസ്ഡേ എന്നാണ്. ഷ്രൈവ് എന്നൊരു വാക്കുണ്ട്. ഷ്രൈവ് അതിന്റെ ഭൂതകാല ക്രിയാരൂപമാണ് ഷ്രോവ്, SHROVE. ഷ്രൈവ്, SHRIVE. ഷ്രൈവ് എന്നുള്ളത് പഴയ ഇംഗ്ലീഷില് സ്ക്രിഫാൻ എന്നായിരുന്നു വാക്ക്. സ്ക്രിഫാൻ അത് ലത്തീനിലെ സ്ക്രീബരെ എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ്. ലത്തീനിലെ സ്ക്രീബരെ എന്ന് പറഞ്ഞാല് പ്രിസ്ക്രൈബ് എന്നാണ്. മരുന്ന് കുറിച്ച് കൊടുക്കുക, കുറിപ്പടി എഴുതി കൊടുക്കുക, അതാണ് അതിന്റെ അർത്ഥം. അതിൽ നിന്നാണ് സ്ക്രീബർ എന്ന വാക്കിൽ നിന്ന് പഴയ ഇംഗ്ലീഷിൽ ഷ്രിഫാൻ, അതിൽ നിന്ന് ഷ്രൈവ്, ഷ്രോവ്, അങ്ങനെയാണ് വാക്ക് വരുന്നത്. ഈ ചൊവ്വാഴ്ച ദിവസം, അതായത് വിഭൂതി ആഘോഷിക്കുന്ന ബുധനാഴ്ചയാണല്ലോ, ചൊവ്വാഴ്ച പറ്റാവുന്നവരെല്ലാം പള്ളി പോയി പാപമോചനം, കുമ്പസാരം, അതായത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ അച്ഛന്മാര് പ്രായശ്ചിത്തം പ്രിസ്ക്രൈബ് ചെയ്യും. കുറിപ്പടി പോലെ ഈ പ്രായശ്ചിത്തം ഇല്ലേ, 5 പ്രാവശ്യം 10 പ്രാവശ്യം അങ്ങനെയാണല്ലോ. ഡോക്ടർമാര് മരുന്ന് കുറിക്കുന്ന പോലെയാണ് പ്രായശ്ചിത്തം അച്ഛന്മാര് കൽപ്പിക്കുക. ആ വാക്കിൽ നിന്നാണ്, അതിനാണ് ഈ സ്ക്രീബരെ, ഷ്രിഫാൻ, പിന്നെ ഷ്രൈവ് എന്നൊക്കെ പറയണേ. അപ്പോൾ പ്രായശ്ചിത്തം കുറിപ്പടിയായി എഴുതി കൊടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പാപമോചനം പ്രാപിച്ച് മരുന്നായി ഇല്ലേ, അതിനുള്ള ഒരു മരുന്നിന് കുറിപ്പടിയായി പ്രായശ്ചിത്തം സ്വീകരിക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച. അതുകൊണ്ടാണ് ഷ്രോവ് ട്യൂസ്ഡേ, പാപമോചന ചൊവ്വ എന്ന് പറയണേ. അപ്പൊ കുമ്പസാരിച്ച് പാപമോചനമൊക്കെ പ്രാപിച്ചിട്ടാണ് നോമ്പിലേക്ക് ലത്തീൻ സഭയിൽ പ്രവേശിക്കുന്നത്. വളരെ ഗംഭീരമായ ഒരു ആചാരമാണിത്. ഈ കുമ്പസാരിക്കും കുട്ടികളൊക്കെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് തിരിച്ചു വരുന്നവർക്ക് ചൊവ്വാഴ്ച, ബുധനാഴ്ച അല്ല, ബുധനാഴ്ച ഉപവാസ ദിനമാണ്. ചൊവ്വാഴ്ച മധുര പലഹാരങ്ങൾ കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ കുട്ടികളുടെ വിചാരം ഈ മധുര പലഹാരങ്ങൾ നോമ്പിന് മുമ്പുള്ള ഒരാഴ്ച മധുര പലഹാരങ്ങളുടെ ദിവസമാണെന്ന് വിചാരിക്കുന്നത്. വാസ്തുവിൽ കുമ്പസാരിക്കാനുള്ള ഒരു പ്രേരകമായിട്ടായിരിക്കണം തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ചുരുക്കത്തില് എന്തുകൊണ്ടാണ് വിഭൂതി ബുധനാഴ്ച ലത്തീൻ സഭയിൽ ആചരിക്കുന്നതെന്ന് നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അതിന് തലേ ദിവസം പാപമോചന ചൊവ്വ എന്ന് ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. വിഭൂതി എന്ന വാക്കിന് ഈ ലത്തീൻ വേദപാഠകം അനുസരിച്ച് ഈ വിഭൂതിക്ക് മുമ്പുള്ള ഞായറാഴ്ച സാധാരണ കാലമാണ്, നോമ്പുകാലമല്ല. സീറോ മലബാർ സഭയില് ഞായറാഴ്ചയാണ് നോമ്പുകാലം ആരംഭിക്കുന്നത്. ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച ഉപവാസമാണ്. അത് ലത്തീൻ സഭയിൽ സാധാരണ കാലമാണ്. അവർക്ക് വിഭൂതി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് നോമ്പുകാലത്തിന്റെ ആദ്യത്തെ വായനകൾ വരുന്നത്. ഞായറാഴ്ചത്തെ ഇത് വരുന്നത് വിഭൂതിയിലാണ് അവർക്ക് നോമ്പ് ആരംഭിക്കുന്നത്. നമുക്ക് പേതൃത്വം എന്ന് പറയുന്ന ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ റംശയോട് കൂടിയാണ് നോമ്പ് ആരംഭിക്കുന്നത്. ഇതുകൊണ്ടാണ് ഒന്ന് തിങ്കളാഴ്ചയും മറ്റൊന്ന് ബുധനാഴ്ചയും വരുന്നത്. വിഭൂതി എന്ന വാക്കിനർത്ഥം നമുക്കറിയാം ചാരമെന്നാണ്. ചാരം, ഭസ്മം. കാനോൻ നിയമം, ലത്തീൻ കാനോൻ നിയമം ഞാൻ പറയുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓറിയന്റൽ കാനോനിലും ഉണ്ടാകും. 1252 അനുസരിച്ച് വിഭൂതിയും ദുഃഖവെള്ളിയും ഉപവാസ ദിനങ്ങളാണ്. അതായത് നമ്മൾ ഒരു നേരം എന്നൊക്കെ പറയും, ശരിക്കും ഉപവാസമാണ്. എങ്ങനെയാന്ന് ഉപവാസമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 18നും 60നും ഇടയ്ക്കിൽ പ്രായമുള്ളവര് ഈ ഉപവാസം എടുക്കാനായിട്ട് കടമയുണ്ട്. എങ്കിലും ഓരോരുത്തരും ആരോഗ്യസ്ഥിതിയും രോഗാവസ്ഥയൊക്കെ കണക്കാക്കിയിട്ട് വേണം സ്വീകരിക്കാൻ. പിന്നെ 18 വയസ്സായിട്ടില്ലെന്ന് കരുതി ഉപവാസം എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. 60 വയസ്സ് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഉപവാസം എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒരു നിയമം വെക്കുന്നത് നമുക്ക് അത് സ്വീകരിക്കാനുള്ള, അതായത് പ്രായപൂർത്തിയായി എന്നുള്ളതും പിന്നെ പ്രായം കഴിഞ്ഞു പോയി എന്നുള്ളതൊക്കെ കണക്കാക്കിയിട്ടാണ്. പാപത്തെക്കുറിച്ച് ബോധ്യം വന്ന ദാവീദ് രാജാവ് ഉപവസിച്ച് നിലത്ത് കിടന്നതായിട്ട് 2 സാമുവേല് 12:14 കാണാം. അതായത് ബേത്ശബ, ഊരിയയുടെ ഭാര്യ ബേത്ശബയിലുണ്ടായ ആ കുഞ്ഞ് രോഗിയായി, ആ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പശ്ചാത്തപിച്ച് ഉപവസിച്ച് ദാവീദ് രാജാവ് നിലത്ത് കിടക്കുന്നുണ്ട്. ദാവീദ് രാജകീയ ഇങ്ങനെ കട്ടിലൊക്കെ ഉണ്ടായിട്ടും നിലത്ത് കിടക്കുന്ന ദാവീദ് രാജാവിനെ കാണാം.
പശ്ചാത്താപവും തന്റെ പാപത്തിന്റെ ഫലമായിട്ട് ആ കുഞ്ഞിനെ സഹിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ രക്ഷിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ ദൈവം രക്ഷിച്ചില്ല, അത് വേറെ കാര്യം. എങ്കിലും ദാവീദ് നിലത്ത് കിടന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഉപവാസം എന്ന് പറയുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യം വന്ന് പശ്ചാത്തപിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള ഒരു 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 സങ്കല്പമാണ് ഉപവാസത്തില്. പക്ഷെ ഞാൻ ഉപവാസത്തെക്കുറിച്ച് ഈ ഉപവാസത്തിന് 20 ലക്ഷ്യങ്ങളുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കുന്നില്ല. കുംഭസ്നാനത്തിന് മുമ്പ് ചാക്കുടുക്കണമെന്നും ചാരം പൂശണമെന്നും തേർട്ടുല്യൻ അതായത് ക്രിസ്തുവർഷം 160 ജനിച്ച് 225 മരിച്ചുപോയ ആളാണ് തേർട്ടുല്യൻ. അത്രയും, അതായത് ആദിമ സഭയുടെ തുടക്കത്തിൽ തന്നെ തേർട്ടുല്യൻ പറയുന്നുണ്ട് കുംഭസാരത്തിന് മുമ്പ് ചാക്കുടുക്കണമെന്നും ചാരം പൂശണമെന്നും. സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവര് തിരിച്ച് സഭയിലേക്ക് പശ്ചാത്തപിച്ച് പ്രവേശിക്കുമ്പോൾ ചാക്കൊടുത്തും ചാരം പൂശിയും മാപ്പ് ചോദിക്കണമെന്ന് സഭാചരിത്രകാരൻ എവ്സേബിയൂസ് പറയുന്നുണ്ട്. ക്രിസ്തുവർഷം 260 ജനിച്ച് 339 മരിച്ചുപോയ ആളാണ് എവ്സേബിയൂസ്. ഇപ്പോ സഭയ്ക്ക് പുറത്തു പോയിരിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, ഈ ആഭിചാര കുർബാന ചൊല്ലിയവരൊക്കെ പുറത്താണ്, അതുപോലെ സസ്പെൻഷനിലെ അച്ഛന്മാരൊക്കെ പുറത്താണ്. അവരൊക്കെ തിരിച്ചു വരുമ്പോൾ അവരെ ചാക്കുടിപ്പിച്ച് ചാരം പൂച്ചിട്ട് വേണം എറണാകുളത്ത് കയറ്റാൻ എന്നാണ് എന്റെ അഭിപ്രായം. അതാണ് സഭാചരിത്രകാരന്മാർ പറയണേ. ഇങ്ങനെ കുംഭസാരത്തിന് മുമ്പ് ചാക്കുടുക്കുകയും ചാരം പൂശുകയും ചെയ്യുന്നതും, അതുപോലെ പാഷാണ്ഡത മൂലവും ശീശ്വം മൂലവും സഭയിൽ നിന്ന് പുറത്തു പോയി തിരിച്ചു വരുമ്പോഴും ചാക്കുടുക്കുകയും ചാരം പൂശുകയും ചെയ്യുന്ന രീതികൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ ദൈവജനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ വൈദികര് ചാരം പൂശാൻ തുടങ്ങി. എല്ലാ ജനങ്ങളും ചാരം പൂശിയിരുന്നില്ല. വൈദികരാണ് ദൈവജനത്തെ മുഴുവൻ പ്രതിദാനം ചെയ്യുന്നു ആ സങ്കല്പത്തില് വൈദികർ ചാരം പൂശി. സാവകാശം അത് അൽമായരും ചെയ്യുന്ന പതിവ് ആരംഭിച്ചു. ക്രിസ്തുവർഷം 1091 ഉർബൻ 2 മാർപ്പാപ്പയാണ് അൽമായരും ചാരം പൂശുന്ന രീതി പാശ്ചാത്യ സഭയിൽ സാർവത്രികമാക്കിയത്. ക്രിസ്തുവർഷം 1091 പാശ്ചാത്യ സഭയുമായുള്ള സമ്പർക്കത്തിൽ നിന്നാണ് സീറോ മലബാർ സഭയിൽ ചാരം പൂശുന്ന ആചാരം ആരംഭിച്ചത്. അപ്പോഴും വെറുതെ ഇങ്ങ് കടമെടുക്കുകയായിരുന്നില്ല, പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു പോവുകയല്ല ചെയ്തത്. അന്ന് തങ്ങളുടെ പാരമ്പര്യത്തിന് ചേരുന്ന വിധത്തില് നിർമ്മല തിങ്കൾ എന്ന് വിളിക്കുന്ന ആ ദിവസം തിങ്കളാഴ്ചയാണ് വിഭൂതിയായിട്ട് ചാരം പൂശുന്ന കർമ്മമായിട്ട് സീറോ മലബാർ സഭ സ്വീകരിച്ചത്. പാശ്ചാത്യ സഭയിലെ ഒരു പാരമ്പര്യം, ചാരം പൂശുന്ന പാരമ്പര്യം, നോമ്പ് ഉപവാസം പണ്ടുണ്ടായിരുന്നു. ചാരം പൂശുന്നത് അത് ലോകത്തുള്ള പ്രഖ്യാപനമാണ്. ആ ചാരം പൂശുന്നത് പാശ്ചാത്യ സഭയിൽ നിന്ന് സ്വീകരിച്ചപ്പോഴും ബുധനാഴ്ചയല്ല നമ്മൾ ചെയ്തിരുന്നത്, ലത്തീൻ സഭയിലെ പോലെ നിർമ്മല തിങ്കൾ എന്ന് വിളിക്കുന്ന തിങ്കളാഴ്ചയാണ്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച തന്നെ വേണമെന്ന് നമ്മൾ പറയുന്നത്. കാരണം നമ്മുടെ നോമ്പ് ആരംഭിക്കുന്നത് പേതൃത്വ ഞായറാഴ്ച വൈകിട്ട് 6 മണിയോട് കൂടിയാണ്. അപ്പൊ അത് ബുധനാഴ്ച ചെയ്താൽ പോരല്ലോ, തിങ്കളാഴ്ച തന്നെ ചെയ്യണം. എന്നാൽ പാശ്ചാത്യ മിഷണറിമാര് ഇന്ത്യയിൽ വന്നപ്പോൾ തങ്ങളുടെ പാരമ്പര്യത്തിൽ വ്യത്യസ്തമായതെല്ലാം നെസ്റ്റോറിയൻ പാഷാണ്ഡതയാണെന്ന് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്തവര് തിങ്കളാഴ്ചയിൽ നിന്ന് ബുധനാഴ്ചയ്ക്ക് മാറ്റി, ലത്തീൻ പാരമ്പര്യത്തിലേക്ക് മാറ്റി. അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാ. അവരുടെ പാരമ്പര്യത്തിൽ വ്യത്യസ്തമായതെല്ലാം നെസ്റ്റോറിയൻ പാഷാണ്ഡതയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു, അത് പ്രചരിപ്പിച്ചു, ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രചാരത്തിന് എറണാകുളത്തെ വിമത വൈദികരും അവരുടെ ചിങ്കിടികളും കൂട്ടുനിൽക്കുന്നു. അതിനൊത്താശ പാടാനായിട്ട് സീറോ മലബാർ സഭയിൽ വിവരമില്ലാത്ത കുറച്ച് നേതാക്കന്മാരുണ്ട്, തലപ്പത്തുള്ളവര്, അധികാരികള്. അവര് അങ്ങനെ ഓശാന പാടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതിന് പ്രാദേശിക വികാരമാണെന്ന് പറയുന്നു. അങ്ങനെ ഓരോ പ്രാദേശിക വികാരത്തെയും ലിറ്റർജിയിലേക്ക് കയറ്റുന്നു. എന്നിട്ട് അതിന് ന്യായം കൊടുക്കുന്നു. ഞങ്ങൾക്ക് അധികാരമുണ്ട്, വിശേഷ അധികാരമുണ്ട്, സിനഡിന്റെ അധികാരമുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താ കാര്യം അജ്ഞതയാണ്. എപ്പോഴാണ് ഈ പാരമ്പര്യം നമുക്ക് ഉണ്ടായതും എന്താണ് പാരമ്പര്യത്തിന്റെ അർത്ഥമെന്നും അതറിയാതെ മറ്റുള്ളവർക്ക് കാണുന്നതെല്ലാം ഈ അയൽപ്പക്കത്തെ സുന്ദരിയായ സ്ത്രീയെ കണ്ട അപ്പ അമ്മ എന്ന് വിളിക്കുന്ന കുറച്ച് നേതാക്കന്മാർ നമുക്കുണ്ട്. അങ്ങനെയുള്ളവരുടെ ഈ ഇത് കാരണമാണ് അവരെ അണികൾ തിരുത്തിക്കൊണ്ടിരിക്കുക. ഈ അപജയം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയാണ് ഏകദേശം സീറോ മലബാർ സഭ. അണികള് നേതാക്കന്മാരെ തിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധം പോലും നേതാക്കന്മാർക്ക് ഇല്ല എന്നുള്ളത് വലിയ സങ്കടം. സാധാരണഗതിയിൽ നേതാക്കന്മാരാണ് അണികളെ വഴി നടത്തുക. ഇപ്പോൾ അണികള് നേതാക്കന്മാരെ വഴി നടത്തേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ പ്രതിരോധം ഉണ്ടാക്കുന്ന ഈ അധികാരികള് ഓരോ പ്രാവശ്യം തങ്ങളുടെ തെറ്റിന് ന്യായമായിട്ട് സർക്കുലർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ എനിക്ക് സന്തോഷം തോന്നുകയാണ്. കാരണം എന്താണ്, ഈ സർക്കുലർ എഴുതുന്നത് തന്നെ ഒരു പരാജയമാണ്. അവരുടെ അധികാരത്തിന് ഒരു പ്രശ്നമുണ്ടെന്നും ആ അധികാരം അങ്ങനെയല്ല ഉപയോഗിക്കേണ്ടതെന്നും അണികൾ പറയുമ്പോൾ അല്ല ഞങ്ങൾ ഉപയോഗിക്കുമെന്ന്
ഇങ്ങനെ സമർത്ഥിക്കേണ്ടി വരികയാണ് തലപ്പത്തുള്ള അധികാരികൾ. അത് അവരുടെ പരാജയമാണ്. അതുകൊണ്ടാണ് അവർക്ക് ബഹുമാനം കിട്ടാത്തത്. ബഹുമാനം ഇങ്ങനെ പിടിച്ചു വാങ്ങുകയാണ് അവര്. അത് നടക്കില്ല. അത് ആർജിച്ചെടുക്കേണ്ടതാണ്. അല്ലേ? റെസ്പെക്ട് ഈസ് നോട്ട് ടു ബി ഡിമാൻഡഡ് ബട്ട് ഡിസേർവഡ്. അതില്ല ഇപ്പോ. കാരണം എന്താണ്? അവർ അധികാരം ഉപയോഗിക്കുന്നത് സഭയുടെ നന്മയ്ക്കല്ല, തങ്ങൾക്ക് ഈ അധികാരമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാ. അതാണ് മിസ്റ്റേക്ക്. അധികാരമില്ലെന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ അധികാരം വിവേകമുള്ള അധികാരികൾ ഉപയോഗിക്കുക സഭയുടെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയാ. അല്ലാതെ തങ്ങളുടെ പ്രാദേശിക വികാരം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയല്ല. തങ്ങൾ വിശേഷ അധികാരമുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു നല്ല ഭരണാധികാരിയും അധികാരം ഉപയോഗിക്കില്ല. ഇവിടെയാണ് നമ്മുടെ അധികാരികൾക്ക് തെറ്റുപറ്റുന്നതും അണികള് അവരെ തിരുത്താൻ ശ്രമിക്കുന്നതും. ആദ്യമൊക്കെ അവർ ഈ അണികളെ തോറ്റ് പരാജയപ്പെടുന്നൊക്കെ വിചാരിക്കും. പക്ഷേ ജയിച്ചുകൊണ്ടിരിക്കുന്ന അവരാണ്. നമ്മുടെ സഭയുടെ തെളിവാണത്. കഴിഞ്ഞ 62 മുതൽ നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങൾക്ക് എതിരെ നിന്നവരൊക്കെ ഇപ്പൊ തോറ്റ് തുന്നം പാടി ഇല്ലേ? തോറ്റ് തുന്നം പാടിയില്ലേ? ഇവരൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടല്ലോ സഭയുടെ പാരമ്പര്യം അംഗീകരിച്ചതും സ്വീകരിച്ചതും. അത് അൽമാരുടെ വിജയം തന്നെയാണ്, സത്യവിശ്വാസികളുടെ വിജയം തന്നെയാണ്. തീർച്ചയായിട്ടും കുറച്ച് മെത്രാമാരും ആ സത്യവിശ്വാസികളുടെ കൂടെ ഉണ്ട് താനും. എറണാകുളം അങ്കമാലി അതിരൂപത പൗരത്വ സഭയിൽപ്പെട്ട സീറോ മലബാർ സഭയിൽ പെട്ടതാണ്. എന്നാൽ അവർ ലത്തീൻ പാരമ്പര്യം പിന്തുടരുമ്പോൾ 2 സഭകൾക്ക് നാണക്കേടുണ്ടാക്കുകയാണ്. ലത്തീൻ സഭയ്ക്ക് നാണക്കേടുണ്ടാക്കുക. കാരണം ലത്തീൻ സഭയുടെ രീതി അനുസരിച്ച് നോമ്പ് ആരംഭിക്കുന്നതും അത് അവർ വളരെ ഗംഭീരമായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പാപമോചന ചൊവ്വ, വിഭൂതി ബുധൻ, അങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത്. അങ്ങനെ വളരെ കുമ്പസാരിച്ച് അങ്ങനെയൊക്കെയാണ്. ഈ വക ആചാരങ്ങളൊന്നും തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലില്ല. ആ പള്ളിയിൽ അങ്ങനെയാണ്, ലത്തീൻ പള്ളിയിൽ അങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയാണ്. അല്ലാതെ ഞങ്ങൾ ഏത് സഭയാണ്? ഞങ്ങൾ ലത്തീൻ സഭ പോലെ പാശ്ചാത്യ സഭയാണോ? ഞങ്ങൾ സീറോ മലബാർ സഭ പൗരത്വ സഭയല്ലേ? ഈ സഭയുടെ പാരമ്പര്യം ഇതാണോ? ഇതൊന്നും അന്വേഷിച്ചിട്ടല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികരും കുറച്ച് ചിങ്കിടികളും ഈ മറ്റ് മതതീവ്രവാദികളുമായിട്ട് കൂട്ടിക്കൂടി നടക്കുന്ന ചിങ്കിടികളുണ്ടല്ലോ, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന നേതാക്കന്മാരുണ്ടല്ലോ, അവര് ചെയ്യുന്നത് ലത്തീൻ സഭയെയും സീറോ മലബാർ സഭയെയും അവമാനിക്കുകയാണ്. 2 സഭകളും ദൈവശാസ്ത്രത്തെ അവമാനിക്കുകയാണ്. കാരണം രണ്ടും അല്ല അവർ ഫോളോ ചെയ്യുന്നത്. ലത്തീൻ സഭയുടെ പാരമ്പര്യമല്ല, സീറോ മലബാർ സഭയുടെ പാരമ്പര്യമല്ല. വേറെ ഏകം സ്വതന്ത്ര സഭയുടെ പാരമ്പര്യം. അതിനെ കൊടപിടിക്കാനായിട്ട് സീറോ മലബാർ സഭയുടെ 2-3 ആൾക്കാരും. സഭയുടെ ഒത്തൊരുമയേക്കാൾ, ഞാൻ ആവർത്തിക്കുകയാണ്, സഭയുടെ ഒത്തൊരുമയേക്കാൾ, ഐക്യതയേക്കാൾ, സഭയുടെ ദൈവശാസ്ത്രത്തെക്കാൾ തങ്ങളുടെ അധികാരം സമർത്ഥിക്കാനായിട്ട് ഓരോ കാനനും ഉപയോഗിക്കുന്നവര് നല്ല അധികാരികളല്ല. ഓരോ വിശേഷ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. മെത്രാപോലിത്തയ്ക്കും മെത്രാനും മേജർ ആർച്ച് ബിഷപ്പിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാ? സഭയുടെ ഒത്തൊരുമയ്ക്ക് വേണ്ടി. അല്ലാതെ അവരുടെ അധികാരം സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ അധികാരം സമർത്ഥിക്കുന്നതാണ് പാപം. നിങ്ങൾ സിൻ എന്ന വാക്ക് ഇംഗ്ലീഷിൽ നോക്കിയേ. SIN. ഞാൻ. ഈ അഹംഭാവം, എനിക്ക് മുകളിൽ ദൈവം വേണ്ട, എനിക്ക് മുകളിൽ സഭ വേണ്ട, ആ അഹംഭാവമാണ് ഈ പാപം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ തന്നെ പറയാ സൺ, മകൻ. ഈ നടുക്കത്തെ ഐ വിളിച്ചിട്ട് അതിനെ പൂജ്യമാക്കണം. ഓ സൺ. ഈ ഐ എന്ന് പറയുന്ന ഈ എന്റെ ഈഗോയെ ശൂന്യവൽക്കരിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ മകനാകും. ഓരോ അധികാരിയും ഓരോ ക്രിസ്ത്യാനിയും ചെയ്യുന്ന സംഗതി അതാണ്, സ്വയം ശൂന്യവൽക്കരിക്കുക. എന്റെ അധികാരം, എനിക്ക് നൽകപ്പെട്ട അധികാരം, അത് ഞാൻ സമർത്ഥിക്കും എന്ന് ഇടയലേഖനം എഴുതിയിട്ട് പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്ക് കുറച്ചു നാളത്തേക്കൊക്കെ ഇങ്ങനെ ഈ അധികാരത്തിന്റെ ശക്തി കൊണ്ട് ഒക്കെ നടപ്പാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ആത്യന്തികമായിട്ട് വിജയിക്കില്ല. കാരണം നിങ്ങൾ കർത്താവിന്റെ വഴിയല്ല പിന്തുടരുന്നത്. നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനായിരിക്കണം, അടിമയായിരിക്കണം എന്ന് പറഞ്ഞേ. നിങ്ങളിൽ ഇല്ലേ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ഏറ്റവും അവസാനത്തവനായിരിക്കണം, ദാസനായിരിക്കണം. അങ്ങനെ ചെയ്യുന്നവരെയാണ് ആൾക്കാർ ബഹുമാനിക്കുക. ആൾക്കാർ ബഹുമാനിക്കുന്നത് അങ്ങനെയുള്ളവരല്ലേ? നിങ്ങൾ നമ്മുടെ 2 മുഖ്യമന്ത്രിമാരെന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, നമ്മുടെ മരിച്ചുപോയ മുഖ്യമന്ത്രി, ഇത്രയൊക്കെ എന്താ പറയാ പാർട്ടി സംവിധാനം ഉണ്ടായിട്ടും അച്യുതാനന്ദ മരിച്ചപ്പോഴും ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും വന്ന ജനസംഖ്യ നോക്കിയാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴാണ് അച്യുതാനന്ദൻ മരിച്ചത്. എന്നിട്ട് അദ്ദേഹത്തെ ഇല്ലേ ആദരിക്കാൻ വന്ന ജനക്കൂട്ടവും ഇങ്ങനെ ഭരണമില്ലാത്ത സമയത്ത് മരിച്ചുപോയ ആളാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്നതും. എന്താ വ്യത്യാസം? ഈ അഹങ്കാരം കൂടുമ്പോ ആൾക്കാർ കൂടെ ഉണ്ടാവില്ല. കുറച്ചു നാളത്തേക്കൊക്കെ ചെങ്കിടികളൊക്കെ കൂടെ നിൽക്കും. അതിനാൽ അധികാരം എന്ന് പറയുന്നത് പൊതു നന്മയ്ക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അല്ലാതെ എനിക്ക് ഈ അധികാരമുണ്ട് അതുകൊണ്ട് ഞാൻ അത് ചെയ്യും എന്ന് പറയുന്നത് മര്യാദയല്ല. പക്ഷെ അതാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ചില അപകർഷങ്ങൾ കിട്ടാൻ വേണ്ടി അവർക്ക് ഓശാന പാടുന്ന കുറെ ആൾക്കാര്
ഈ ഇടയലേഖനോ പത്രക്കുറിപ്പൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. ഞാൻ ആവർത്തിക്കുകയാണ്, അണികൾ അധികാരികളെ തിരുത്തണം എന്നൊരവസ്ഥയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതേ അവസ്ഥയിലാണ് സീറോ മലബാർ സഭ. രണ്ടും അപജയത്തിന്റെ വക്കീലാണ്. പിന്നെ കമ്മ്യൂണിസം മനുഷ്യരുണ്ടാക്കിയൊരു പ്രസ്ഥാനമായതുകൊണ്ട് നശിച്ചു പോകും. സഭ കർത്താവിൻ്റെതായതുകൊണ്ട് നശിക്കില്ലെന്ന് മാത്രം. ആ ഒരു ആശ്വാസം നമുക്കുള്ളൂ. ഈ വിശുദ്ധ കുർബാനയുടെ അനാഫറയിൽ പങ്കെടുക്കാൻ കഴിയാത്തവരെയും ദിവികാരനം ഉൾക്കൊള്ളാൻ കഴിയാത്തവരെയും പുറത്താക്കുന്ന കർമ്മം 2-ാം നൂറ്റാണ്ട് മുതലുണ്ട്. ഡിഡാഹ എന്ന് പറഞ്ഞ കർമ്മം ആ രേഖ തൊട്ട് ക്രിസ്തോട്ട് 100-ൽ എഴുതപ്പെട്ടതാണ്. ആ കാലം തൊട്ട് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം, അതായത് വചനശുശ്രൂഷയിൽ പങ്കെടുക്കാം, അനാഫറയിൽ പങ്കെടുക്കാൻ പറ്റില്ല, അവരെ പുറത്താക്കും. ഇപ്പോൾ നമ്മുടെ സീറോ മലബാർ സഭയിലെ കുർബാനയിൽ അത് കിടപ്പുണ്ട്. മാമോദിസ സ്വീകരിക്കുന്നത് പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവർ പുറത്തു പോയി നിൽക്കട്ടെ എന്നുള്ള ആ ഭാഗമുണ്ട്. അവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് ഈ മോണ്ടളം അല്ലെങ്കിൽ മുഖമണ്ഡപം എന്ന് പറയുന്നത്, നടപ്പുര. അപ്പോൾ അവര് പുറത്തു പോയി നിൽക്കുമ്പോൾ അവർ ചാക്കൊടുത്തും ചാരം പൂശിയും വിലാപത്തിന് അടയാളം കാണിച്ചിരുന്നു. ഈ മോണ്ടളം എന്ന വാക്കിന് വിലപിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥലം എന്നൊരു അർത്ഥമുണ്ടെന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും സീറോ മലബാർ സഭയില് കുരിശുവര, കരിക്കുറി, വിഭൂതി ആചരിക്കുന്ന സ്ഥലങ്ങളില് അത് ആചരിക്കുന്നത് പേതൃത്വ ഞായർ കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയാണ്. ക്ലീൻ മൺഡേ എന്ന് വിളിക്കുന്ന നിർമ്മല തിങ്കളാഴ്ചയാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇത് അനുഷ്ഠിക്കാനായിട്ട് ഈ ചാരം പൂശുന്നതിന് നമ്മൾ പാശ്ചാത്യ സഭയിലെ ഒരു പാരമ്പര്യം പൗരത്വ സഭയായ സീറോ മലബാർ സഭ എന്തുകൊണ്ട് സ്വീകരിച്ചെന്ന് ചോദ്യം വരുമല്ലോ. അതിന് ഉത്തരം കൂടി ഞാൻ പറയട്ടെ. പഴയ ഉടമ്പടിയിൽ ചാരം പൂശലും ചാരത്തിൽ ഇരിക്കലുമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 2:8 യോബ് ഇല്ലേ, ഇയ്യോബ് ജോബ് എന്നും പറയും, ചാരത്തിൽ ഇരുന്നു. ജോബ് ചാരത്തിൽ നിന്ന് സമ്പർക്ക നിഷേധമാണ്, മറ്റുള്ളവരിൽ നിന്ന് സമ്പർക്ക നിഷേധം. പൊതുസമൂഹത്തിൽ നിന്ന് മാറി താമസിക്കുകയാണ് ഇയ്യോബ്. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചപ്പ് ചവറകൾ കൂട്ടിയിടാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഇയ്യോബ് ചെന്നിരിക്കുന്നത്. ആ ഗ്രാമത്തിന്റെ തലവനായിരുന്നു ഇയ്യോബ്, ജഡ്ജിയായിരുന്നു. ആ ഗോത്ര തലവൻ എന്ന നിലയ്ക്ക് ജഡ്ജിയായിരുന്നു, അതിസമ്പന്നനായിരുന്നു. അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ ചാരത്തിലിരിക്കുന്നത്. അതായത് മാലിന്യ കൂമ്പാരത്തിന് അടുത്ത് പോയി ചെന്നിരിക്കുക. എന്താ കാര്യം? അത്രമാത്രം ദുരന്തങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയും ദുരവസ്ഥയും ഒക്കെ വർണ്ണിക്കാനായിട്ടും പ്രകടിപ്പിക്കാനായിട്ടും ചാരത്തിലിരിക്കുകയാണ്. പൊതുജന സമ്പർക്കത്തിൽ നിന്നും അത് മാറ്റുകയാണ്. നമുക്കത് പാഠം പഠിക്കേണ്ടതാ. നോമ്പ് കാലത്ത് നമ്മൾ ചില സന്ദർശനങ്ങൾ ഒഴിവാക്കണം. ചില വീടുകളിൽ പോയാൽ മദ്യം കുടിക്കാൻ നിർബന്ധിക്കും, ആ സന്ദർശനം ഒഴിവാക്കണം. ചില കൂട്ടുകാരെടുത്ത് പോയാൽ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും, ബീഡി വലിക്കാനോ മറ്റു ദുശീലങ്ങളോ ലഹരി എടുക്കാനോ, അത് ഉപേക്ഷിക്കണം. ആ സമ്പർക്ക നിഷേധം അത് ചാരം പൂശുന്നതിന്റെയും ചാരത്തിലിരിക്കുന്നതിന്റെയും ഒരു ലക്ഷ്യമാണ്. പൊടിയും ചാരവുമാണ് ഞാൻ എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 42:6 അത് കാണാം. പൊടിയിലും ചാരത്തിലും വിലാപത്തിന്റെ ബാഹ്യ ചിഹ്നമാണ് ഈ പൊടിയും ചാരവും. നീ പൊടിയാണ് അല്ലെ, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നെറ്റത്തും അല്ലെങ്കിൽ തലയിലൊക്കെ കുരിശ് വരയ്ക്കുന്നത്. യശുവയുടെ പുസ്തകം ജോഷുവ 7:6, 2 ശമൂവേൽ 13:19, യഹസ്കേലിന്റെ പുസ്തകം പ്രവാചകൻ എസക്കിയേല് 27:30 അത് കാണാം. വിലാപത്തിന്റെ ബാഹ്യ ചിഹ്നമായിട്ട് പൊടിയിലും ചാരത്തിലും ഇരിക്കുക. ഈ ഇയ്യോബ് പശ്ചാത്തപിക്കുന്നതിന്റെ ലക്ഷ്യമായിട്ടും പൊടിയിലും ചാരത്തിലും ഇരിക്കുന്നുണ്ട്. പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം അല്ലാതെ അനുതപിക്കണമെന്ന് സ്നേഹിതന്മാർ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ചെയ്യാത്ത തെറ്റിനെ കുറിച്ച് എന്തിന് പശ്ചാത്തപിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഇയ്യോബ് ഇപ്പോൾ ദൈവത്തെക്കുറിച്ചും അവന്റെ മാർഗങ്ങളെക്കുറിച്ചും, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ദൈവത്തെക്കുറിച്ചും അവന്റെ മാർഗങ്ങളെക്കുറിച്ചും അറിയാമെന്ന ഭാവത്തോടെ സംസാരിച്ചതിനാണ് ഈ പശ്ചാത്താപം. പാപം ചെയ്തതിനല്ല, പക്ഷെ ഒരു പാപമുണ്ട് താനും. നീ പശ്ചാത്തപിക്കണം, നീ അറിയാതെ പാപം ചെയ്തിട്ടുണ്ടാവും, കാണാതെ ചെയ്തിട്ടുണ്ടാവും, രഹസ്യത്തിൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ സ്നേഹിതന്മാർ പറഞ്ഞപ്പോ ഇല്ല എന്ന് പറഞ്ഞവൻ ഇപ്പൊ പശ്ചാത്തപിക്കുന്നു. എന്താണ്? ദൈവം ആരെന്നും ദൈവം എന്തൊക്കെ ചെയ്യണമെന്നും എനിക്കറിയാമെന്ന ഭാവത്തോടെ ഞാൻ സംസാരിച്ചു, അതിന് പശ്ചാത്തപിക്കുകയാണ്. ദൈവത്തിന്റെ രഹസ്യത്തെ ആദരവോടെ സമീപിക്കാതിരുന്നതിനാണ് ഈ അനുതാപം. ഞാൻ ആവർത്തിക്കുക, ദൈവത്തിന്റെ രഹസ്യത്തെ ആദരവോടെ സമീപിക്കാതിരുന്നതിനാണ് ഈ അനുതാപം. നമ്മുടെ സീറോ മലബാർ സഭയിലെ 48ഓളം മെത്രാന്മാരും എറണാകുളത്തെ വിമത വൈദികരും മറ്റ് വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ രഹസ്യത്തെ ആദരവോടെ സമീപിക്കാതിരിക്കുന്നു. അവര് പശ്ചാത്തപിക്കണം, പൊടിയിലും ചാരത്തിലും ഇരിക്കണം. മൂന്നാമത്തെ അർത്ഥം മരിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ്.
ഉൽപ്പത്തിയുടെ പുസ്തകം 3:19. നീ മണ്ണാണ്, നീ മണ്ണിലേക്ക് മടങ്ങും, നീ പൊടിയാണ്, പൊടിയിലേക്ക് മടങ്ങും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദാമിന്റെ പിൻതലമുറക്കാർക്ക് കൈമാറി കിട്ടിയ ശാപത്തിന്റെ ഭാഗമാണ് ആത്മാവിനെയും ശരീരത്തെയും വേർതിരിക്കുന്ന മരണം. മരണത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ വളരെ വിശദമായിട്ട് പറഞ്ഞു, ക്രിസ്തീയ മരണം എന്താണെന്ന്. ആദാമിന്റെ പിൻതലമുറക്കാർക്ക് കൈമാറി കിട്ടിയ ശാപത്തിന്റെ ഭാഗമാണ് ആത്മാവിനെയും ശരീരത്തെയും വേർതിരിക്കുന്ന മരണം. റോമാലേഖനം 5:14, 1 കൊരിന്ത്യർ 15:22. മനുഷ്യന്റെ ഗർഭപാത്രമായിരുന്നു ഭൂമി. പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. മനുഷ്യന് ഗർഭം ധരിക്കുന്ന ഗർഭപാത്രം അതായിരുന്നു ഭൂമി. ഇനി മുതൽ അത് അവന്റെ ശവപ്പറമ്പായിരിക്കും. ഭൂമി പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ടവൻ, പക്ഷെ പൊടിയിലേക്ക് മടങ്ങുകയാണ്. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഭ്രൂണഹത്യ അല്ലെങ്കിൽ ഗർഭഛിദ്രം നടത്തിയതുപോലെയാണ് മനുഷ്യന് മരണം കിട്ടിയത്. ഈ മണ്ണിൽ നിന്നാണ് നമ്മൾ എടുക്കപ്പെട്ടത്. അത് മണ്ണ് നമ്മുടെ ഗർഭപാത്രമായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ശവപ്പറമ്പായി. ഭ്രൂണഹത്യ മൂലം, ഗർഭഛിദ്രം മൂലം അമ്മയുടെ ഗർഭപാത്രം തന്നെ ശവക്കോട്ടയായിട്ട് മാറുന്നത് പോലൊരു അനുഭവമാണ് എല്ലാ മനുഷ്യർക്കും ആദാമിന്റെ പാപം മൂലം സംഭവിച്ചത്. അപ്പോൾ ഭൂമി ഇനി ഗർഭപാത്രമല്ല, ശവപ്പറമ്പാണ്. സഭാപ്രസംഗകൻ 12:7, കത്തോലിക്ക സഭയുടെ മതബോധനം 400. ആദാമിന്റെയോ നമ്മുടെയോ പാപം തീർത്തും വ്യക്തിപരമോ ഒറ്റപ്പെട്ടതുമല്ലെന്നും അത് ഭൂമിയെ മൊത്തത്തിൽ ബാധിക്കുന്നുവെന്നും നമ്മൾ മരിച്ച് മണ്ണിലേക്ക് പോകുന്നത് ഈ പാപത്തിന്റെ ഫലമായിട്ടാണെന്നും സൂചന നൽകുകയാണ്. മാത്രമല്ല, അതിനേക്കാളേറെ എപ്പോ വേണമെങ്കിലും മരിക്കാം, എപ്പോ വേണമെങ്കിലും മരിക്കാം. മരണം എന്ന് പറയുന്നത് രംഗബോധമില്ലാതെ കയറി വരുന്ന കോമാളിയല്ല. നമ്മൾ ജനിച്ച അന്ന് മുതൽ ഈ മരണ ദിവസത്തിലേക്കുള്ള ഒരുക്കമാണ്. എന്ന് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വെച്ച് മരിക്കാം. അത് ദൈവം നിശ്ചയിക്കുന്നതാ. അതിനാൽ ഈ ഒരു ബോധത്തോടെ വേണം ജീവിക്കാൻ. എപ്പോ വേണമെങ്കിലും മരിക്കാം, മരിക്കുന്നത് ദൈവകൃപയിലായിരിക്കണം എന്നുള്ള ആ ബോധത്തോടെ ജീവിക്കുക. അത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ നീ പൊടിയാണ്, പൊടിയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞ് നെറ്റത്ത് കുരിശ് വരയ്ക്കും. ചിലപ്പോൾ ഈ തലയിൽ ഇങ്ങനെ കുരിശ് വരയ്ക്കുന്നതിന് പകരം കുരിശാകൃതിയിൽ ഇങ്ങനെ ചാരം തലയിൽ പൂശും. പൂശല്ല, ഇങ്ങനെ ഇട്ടുകൊടുക്കും, ചാരിടും. അങ്ങനെയും പതിവുണ്ട്. ഈ പഴയ നിയമത്തിൽ അങ്ങനെ നമുക്ക് കാണാം. യോനയുടെ പുസ്തകത്തില് അനുതാപത്തിന്റെ 3 ഘട്ടങ്ങളുടെ പരിപാടിയുടെ ഭാഗമാണ് ഈ ചാരം പൂശലും ചാക്കുടുക്കലും ഒക്കെ. യോനയുടെ പുസ്തകം 3:6 രാജാവ് നിനീവയിലെ, ഇപ്പോൾ അസീറിയ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇറാന്റെ ഒക്കെ ഭാഗമായിട്ട് വരും. അവിടത്തെയുള്ള നിനേവെ ഇറാഖിന്റെ ഭാഗമായിട്ട് വരുന്ന അവിടുത്തെ അതത് നിരാരി 3ാമൻ രാജാവാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ രാജാവ് ഒരു വിളംബരം ചെയ്തു. എന്താണ്? നിനേവെ നിവാസികള് യോനയുടെ പ്രസംഗം കേട്ട് ദൈവത്തിൽ വിശ്വസിച്ചു. ആ വാർത്ത രാജാവ് കേട്ടപ്പോൾ ആ വിശ്വാസം പ്രയോഗ തലത്തിൽ കൊണ്ടുവരാനായിട്ട്, പ്രയോഗത്തില് അതായത് പ്രായോഗിക മണ്ഡലത്തിൽ കൊണ്ടുവരാനായിട്ട് രാജാവ് ഒരു വിളംബരം ചെയ്തു. ആ വിളംബരം 3 ഘട്ട പരിപാടിയായിട്ടാണ് രാജാവ് വിളംബരം ചെയ്തത്. 1ാമത്തെ ഘട്ടത്തിൽ പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം പരസ്യമായ പ്രവൃത്തികളിലൂടെ പ്രകടമാക്കണം. ഉപവാസം, ചാക്കുവസ്ത്രം ധരിക്കൽ, ഇടവിടാതുള്ള പ്രാർത്ഥനയാണ് ആ പ്രവൃത്തികൾ. യോനയുടെ പുസ്തകം 3, 7, 8 വാക്യങ്ങൾ. 2ാമത്തെ ഘട്ടം സഹജീവികളുടെ പെരുമാറ്റത്തിൽ അന്തരം വരുത്തുക, അതായത് ദുർമാർഗത്തിൽ പിന്തിരിയുക, മറ്റുള്ളവരുടെ അക്രമം അവസാനിപ്പിക്കുക. അതാണ് 2ാമത്തെ ഘട്ടം. 3:8 യോന 3:8. 3ാമത്തെ ഘട്ടം മനുഷ്യർ അനുദപിച്ചാലും ശിക്ഷിക്കാനോ രക്ഷിക്കാനോ പൊറുക്കാനോ പെരുക്കാനോ ഉള്ള അധികാരം ദൈവത്തിനുണ്ടെന്ന് അംഗീകരിക്കുക. അതായത് ദൈവത്തിനാണ് അധികാരം, അത് അംഗീകരിക്കണം. അത് 3ാമത്തെ ഘട്ടം. 3:9 അവിടെ നമ്മൾ കാണുന്ന ഒരു സംഗതിയുണ്ട്, ഇച്ചിരി അത്യുക്തി പോലെ തോന്നിക്കും. മനുഷ്യനും മൃഗങ്ങളും ചാക്കു പുതച്ചു, മനുഷ്യരോടൊപ്പം മൃഗങ്ങളും ചാക്കുടുത്തു. ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒരു ഹാസ്യജനകമായ ചിത്രമായിട്ട് യോൻ അവതരിപ്പിക്കുന്നു നമുക്ക് തോന്നിപ്പോകും. മൃഗങ്ങൾക്കൊക്കെ വസ്ത്രോ, യൂറോപ്പിൽ നമുക്ക് മനസ്സിലാകും, പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാം ഈ വിന്റർ ശൈത്യകാലത്ത് അവർ ഡ്രസ്സ് ഉടുപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുക. ഈ ആനയ്ക്ക് ട്രൗസർ ഉടുപ്പിക്കുമെന്ന് ചോദിക്കുന്ന പോലെയൊക്കെയുള്ള ഒരു സംഗതി നമുക്ക് തോന്നാം. വാപ്പൊത്തി ചിരിച്ചു പോകാം. ഇങ്ങനെ മൃഗങ്ങളും മനുഷ്യനും ഇങ്ങനെ ചാക്കൊടുത്തു, ചാരം പൂശി എന്നൊക്കെ പറയുമ്പോൾ, എങ്കിലും അത് തീർത്തും അവാസ്തവമല്ല, സംഭവിക്കാൻ പാടില്ലാത്തതുമല്ല. തീർച്ചയായും സാഹിത്യപരമായ ഒരു അതിശയോക്തി ഉണ്ട്. എന്നാൽ ആ നഗരത്തിനാകെ മാറ്റം സംഭവിച്ചുവെന്ന സത്യം അവതരിപ്പിക്കാൻ ഈ അസ്തിത്വയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആ പ്രദേശം മുഴുവൻ അനുതാപത്തിലും പശ്ചാത്താപത്തിലുമാണ്. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും മറ്റെല്ലാ രൂപതകൾക്കും എല്ലാ സ്ഥലങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരു അനുതാപത്തിന്റെ മാർഗമാണ്. തീവ്ര ദുഃഖം കാണിക്കാനായിട്ട് ചാക്കൊടുത്ത് ചാരം പൂശുന്ന രീതിയുണ്ട്.
എസ്തറിന്റെ പുസ്തകം 4:3 കാണാം. ചീകി ജട തീർക്കാത്ത തലമുടിയിൽ വെണ്ണീർ വാരിയിടുകയാണ് എസ്തർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചില പള്ളികളിലൊക്കെ കുരിശ് വരയ്ക്കുന്നതിന് പകരം തലയിൽ ഇങ്ങനെ കുരിശാകത്തിൽ വെണ്ണീറിടും. ഒട്ടകരോമണ്ടുള്ള പരുക്കൻ വസ്ത്രം ധരിക്കുകയാണ് എസ്തർ. ചിത്രവധം ചെയ്യപ്പെട്ടവരുടെ ദാരുണ വേദന പ്രകാശിപ്പിക്കാൻ പറ്റിയ വേഷമാണത്. നമുക്കിത് വേണ്ടതാ, കാരണം അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ. അതുപോലെ തന്നെ ഒരു വല്ലാത്ത ദുഃഖത്തിന്റെയും ദുരവസ്ഥയുടെയും അടയാളമായിട്ട് ചാക്കുറുത്ത് ചാരം പൂശും. 2 ശമൂവേൽ 13:19 കാണാം. അബ്ശലോമിന്റെ സ്വന്തം പെങ്ങളാണ് താമാർ. ഈ ദാവീദിന്റെ മക്കളാണവര്. ദാവീദിന് വേറെ ഭാര്യയിലുണ്ടായിരുന്ന മകനാണ് അമ്നോൻ. അമ്നോൻ താമാറിനെ ബലാത്സംഗം ചെയ്തു, ദ്രോഹിച്ചു, ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു, ശരിക്കും പീഡിപ്പിച്ചു. അപ്പോ അതിനുശേഷം പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും നീ എന്നെ കല്യാണം കഴിക്കുന്നൊക്കെ താമാർ അമ്നോനോട് പറയുന്നുണ്ട്. പക്ഷെ അമ്നോൻ തന്റെ ബോഡി ഗാർഡ്സിനെ വിളിച്ചായിട്ട് ഇവിടെ പുറത്താക്കി. അവള് എന്ത് ചെയ്തു? ഈ തലയിൽ ചാരം പൂശി വസ്ത്രം കീറി മുഖം കൈകൾ കൊണ്ട് മറച്ച് വിലപിച്ചു. തലയിൽ ചാരം പൂശി വസ്ത്രം കീറി എന്ന് വെച്ചാൽ രാജകുമാരിയാണ് അവള്. വസ്ത്രം കീറി എന്ന് വെച്ചാൽ നല്ല സുന്ദരമായ വസ്ത്രമൊക്കെ മാറ്റി ഈ മുഖം കൈകൾ കൊണ്ട് മറച്ച് വിലപിച്ചു. ഇതൊക്കെ നമ്മൾ പഴയ നിയമത്തിലെ ചാക്കൊടുക്കുന്നതും ചാരം പൂശുന്നതിന്റെയും ദൈവശാസ്ത്രമാണ്. പുതിയ നിയമത്തിലും കർത്താവ് അത് സൂചിപ്പിക്കുന്നുണ്ട്. വിലാപവും പശ്ചാത്തലവും മാനസാന്തരം ഒക്കെ വേണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം. ലൂക്കാസിന് സുവിശേഷം 10:13. കൊറാസിൻ, നിനക്ക് അയ്യോ കഷ്ടം. ബെത്സൈദ, നിനക്ക് അയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികള് ടൈറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ ചാക്കൊടുത്തും ചാരം പൂശിയും മാനസാന്തരപ്പെടുമായിരുന്നു. അപ്പൊ ചാക്കൊടുത്തും ചാരം പൂശിയും മാനസാന്തരപ്പെടണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ചാരം പൂശുന്നതിന്റെ വേദത്താളുകള് ബൈബിളിലെ അടിസ്ഥാനമാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് പാശ്ചാത്യ സഭയിലെ ആചാരം പൗരസഭ സ്വീകരിച്ചത്. വേദത്താളുകളിൽ അത് അടിത്തറയുള്ളത് കൊണ്ട് തന്നെയാണ്. എങ്കിലും ഞാൻ പറഞ്ഞു, പാശ്ചാത്യ സഭയിൽ നേരെ കടമെടുത്ത് ഇങ്ങനെ അനുകരിക്കല്ല ചെയ്തത്, പൗരസ്ത്യ ദൈവശാസ്ത്രത്തിന് ചേരുന്ന തരത്തിൽ അഡാപ്റ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഈ ചാരം? ഈ നെറ്റിയിലോ ശിരസിലോ ചാരം പൂശാനുള്ള ഭസ്മം അഥവാ കരി തയ്യാറാക്കുന്നത് തലേ വത്സരത്തിലെ ഓശാന ഞായറാഴ്ചത്തെ വെഞ്ചരിച്ച കുരുത്തോല കത്തിച്ച് ആണ്. ചിലപ്പം കരി തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഒരു കുരുത്തോല കത്തിച്ചിടും. പിന്നെ ഹന്നാൻ വെള്ളം ചേർത്ത് അത് കുഴമ്പ് രൂപത്തിലാക്കുന്നു. ചിലപ്പോ ഈ തലയിൽ വിതറുകയാണെങ്കിൽ കുഴമ്പ് രൂപത്തിലാക്കില്ല. എന്തിനാണ് ഈ കുരുത്തോല കത്തിച്ചതാക്കുന്നത്? പല അർത്ഥങ്ങളുണ്ട്. അഗ്നിയാൽ കുരുത്തോല എരിഞ്ഞ് ഭസ്മമായി തീരുന്നത് പോലെ ദൈവസ്നേഹാഗ്നിയിൽ സ്വയം കത്തി ദഹിപ്പിക്കുന്ന അഗ്നിയാണല്ലോ കർത്താവ്. അങ്ങനെ നമ്മൾ ശൂന്യവൽക്കരിക്കപ്പെടുക. അപ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുക. നമ്മൾ എന്തോ ആണെന്ന് കാണിച്ചാൽ ദൈവകൃപയ്ക്ക് തിളങ്ങാൻ പറ്റില്ല. നമ്മൾ ദൈവകൃപയെ ദൈവത്തിന്റെ വെളിച്ചത്തെ തടയും. നമ്മൾ ദൈവസ്നേഹാഗ്നിയിൽ എരിയുമ്പോൾ, എരിഞ്ഞില്ലാണ്ടാകുമ്പോൾ, ശൂന്യവൽക്കരിക്കപ്പെടുമ്പോൾ ആ ദൈവസ്നേഹാഗ്നി, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ കൃപ തെളിഞ്ഞു കാണും. അവ നമുക്കും അത് നല്ലതാണ്, മറ്റുള്ളവർക്കും നല്ലതാണ്. ഇതാണ് ഒരു അർത്ഥം. ഈ അതേ അർത്ഥം തന്നെയാണ് ഉപവാസത്തിനും നോമ്പിനും ധർമ്മദാനത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഉള്ളത്. അതിന്റെ ബന്ധങ്ങളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. വേറൊരർത്ഥം കൂടിയുണ്ട്, കുരുത്തോല. നമ്മൾ വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തില് സ്വർഗത്തിൽ കുരുത്തോല പിടിച്ചിട്ടാണ് വിശുദ്ധര് പ്രദക്ഷിണം നടത്തുന്നത്. കുരുത്തോല പിടിച്ചിട്ട് നമ്മൾ കുരുത്തോല പിടിച്ചിട്ടാണ് ഓശാന ഞായറാഴ്ച കർത്താവിനെ എതിരേൽക്കുന്നത്. കുരുത്തോല എന്നതിനുള്ള ഈന്തപ്പനയോല അല്ലെങ്കിൽ കുരുത്തോല എന്നതിനുള്ള ഗ്രീക്ക് വാക്ക് ഫൊയ്നിക്സ് എന്നാണ്. ഫൊയ്നിക്സ്, അതിൽ നിന്നാണ് ഫീനിക്സ് എന്ന വാക്ക് വരുന്നത്. ഫീനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഒരു പക്ഷി, ആ ഇനത്തിൽപ്പെട്ട ഒരേ ഒരു പക്ഷി ഉണ്ടാകും. അത് മരിച്ചു കഴിയുമ്പോൾ അത് മരിച്ചു വീഴുന്നു. അത് എരിഞ്ഞു പോകുന്ന ആ ചിതയിൽ നിന്ന് തന്നെ അത് ഉയർത്തെഴുന്നേൽക്കുന്നു. ഒരു മിത്തിക്കൽ വേർഡാണത്. പക്ഷേ കർത്താവിന്റെ മരണവും ഉത്ഥാനവും അവതരിപ്പിക്കാൻ വളരെ പറ്റിയ ഒരു ചിഹ്നമാണ് ഈ ഫീനിക്സ്. മരിക്കുന്നു, ഒരേ ഒരു ജീവിയേ ഉള്ളൂ, മരിക്കുന്നു, ആ ചിതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. ഇത് യേശുവിന് ഏറ്റവും ചേർന്നതാണ്. യേശുവിനെ പോലെ മറ്റ ഒരാളില്ല, ഒരു മതസ്ഥാപകനില്ല. ദൈവം മനുഷ്യനായി വന്ന ഒരേ ഒരാളാണ് യേശുക്രിസ്തു. അവൻ മരിച്ചു, അതേ കബറിടത്തിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. അത് കാണിക്കാൻ പറ്റിയ ഒരു വാക്കാണ് ഫീനിക്സ്. പക്ഷെ ഫീനിക്സ് എന്ന വാക്കിന്റെ അർത്ഥം കുരുത്തോല എന്നാണ്, ഈന്തപ്പനയോല എന്നാണ്. അപ്പൊ ഈന്തപ്പനയോല നമ്മൾ പിടിക്കുമ്പോൾ ഫീനിക്സ് പക്ഷിയെ പോലെ യേശു എന്നാണ് കണക്കാക്കുന്നത്. ഓശാന ഞായറാഴ്ച നമ്മൾ ഈന്തപ്പനയോല എഴുതി കർത്താവിനെ എതിരേൽക്കുന്നു. പിന്നത്തെ വെള്ളിയാഴ്ച അവൻ മരിച്ചു, പിന്നത്തെ ഞായറാഴ്ച അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. മരിച്ചവൻ അടക്കപ്പെട്ടു, ആ അടക്കപ്പെട്ട അതേ സ്ഥലത്ത് അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ഫീനിക്സ്, കുരുത്തോല, ഇത് നല്ല പറ്റിയ ചിഹ്നമാണ്. തീർന്നില്ല. പിന്നെ 8-ാം ദിവസം പുതു ഞായറാഴ്ച, അന്ന് ഈ ഉയർപ്പിക്കപ്പെട്ടവന്റെ പാർശ്വത്തിൽ, തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ
തോമാസ് ലീഗ ഒട്ടിച്ചു ചേർക്കപ്പെട്ടു. എല്ലാ ക്രിസ്ത്യാനികളും ഈ മരിക്കുകയും ഉയർക്കുകയും ചെയ്ത ഫീനിക്സ് പക്ഷിയായ യേശുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെടുന്നവരാണ് എന്ന് തോമാസ് ലീഗ വെളിപ്പെടുത്തി. ഇതെല്ലാം കുരുത്തോലയുമായിട്ട് ബന്ധപ്പെട്ട ഓശാന ഞായർ, ഉയർപ്പ് ഞായർ, പുതുഞായർ എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട. അതുകൊണ്ടാണ് ഈ വിശുദ്ധര് ഇങ്ങനെ കർത്താവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെട്ടവരാണ് എല്ലാ വിശുദ്ധരും. കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെടിപ്പാക്കപ്പെട്ട വെള്ളവസം ധരിച്ചവരാണ് കുരുത്തോല പിടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കുരുത്തോല തന്നെ അത് കത്തിച്ച് ഭസ്മമാക്കി നമ്മൾ പൂശുന്നത്. കർത്താവിനോടൊപ്പം മരിച്ച് കർത്താവിനോടൊപ്പം ഉയർത്ത് കർത്താവിന് സ്വർഗത്തിൽ കുരുത്തോല പിടിച്ച് പ്രദക്ഷിണം ചെയ്ത് സ്വീകരിക്കാനുള്ളവരാണ്. കർത്താവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെട്ട തോമാസ് ലീഗയെ പോലെ കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെടിപ്പാക്കപ്പെട്ട വെള്ളവസ്ത്രം ധരിച്ച് കുരുത്തോലയും പിടിച്ച് നമ്മൾ നടക്കും സ്വർഗത്തില്. അതുകൂടി കാണിക്കുകയാണ് ഈ കുരുത്തോല കത്തിച്ച് തലേ ഓശാന ഞായറക്ഷത്തെ കുരുത്തോല കത്തിച്ച് ഭസ്മം ഉണ്ടാക്കുന്നതിലൂടെ. തീർച്ചയായിട്ടും ഇതൊന്നും എല്ലാം നമ്മൾ നേടിക്കഴിഞ്ഞിട്ടില്ല. പൗലോസൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണ് ശരി, പക്ഷെ ഞാൻ നേടിക്കഴിഞ്ഞിട്ടില്ല. പക്ഷെ പിന്നിലുള്ളവയെ ഞാൻ ഉപേക്ഷിച്ചിട്ട് മുമ്പിലുള്ളവയ്ക്ക് ഞാൻ കുതിക്കുകയാണ്. ഇതാണ് നോമ്പുകാലം. തിരിഞ്ഞു നോക്കിയിട്ട് പറയാണ് എല്ലാം പൂർത്തിയായിട്ടില്ല, ഇനിയും പലതും നേടാനുണ്ട്. അതുകൊണ്ട് പിന്നിലുള്ളവയെ ഉപേക്ഷിച്ചിട്ട് മുമ്പിലുള്ളത് കർത്താവിലേക്ക് ഞാൻ കുതിക്കുകയാണ്. അപ്പൊ ഇതൊരു അനുതാപ ശുശ്രൂഷയാണ്. അതിൽ കൂടുതലാണ് ഉപവാസമാണ്, ധർമ്മദാനവും അതിനകത്ത് ചേർത്തിട്ടുണ്ട്, പ്രാർത്ഥനയാണ്. ഇവയെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഉപവാസത്തിന് 20 ലക്ഷ്യങ്ങൾ ഞാൻ മൂന്നാമത്തെ ആവർത്തിക്കുക. 20 ലക്ഷ്യങ്ങൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. അപ്പൊ അതിലേക്ക് പിന്നീട് കടക്കുന്നില്ല. ഉപവാസത്തിന്റെ സ്നേഹിതൻ എന്നാണ് പാശ്ചാത്യ മിഷണറിമാര്, ലത്തീൻ മിഷണറിമാര് മാർത്തോമാ നസ്രാണികൾ വിശേഷിപ്പിച്ചിരുന്നത്. കാരണം അത്രമാത്രം ഉപവാസ ദിനങ്ങളാണ് സീറോ മലബാർ സഭയിൽ. അതിനാൽ നോമ്പില് ഉപവാസം മാത്രമല്ല, മാംസവർജനം, മത്സ്യവർജനം, മുട്ട, പാല്, ഇഷ്ടവിഭവങ്ങൾ എന്നിവയെല്ലാം ഉപേക്ഷിക്കും. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഈ ദമ്പതികള്, കല്യാണം കഴിഞ്ഞ ദമ്പതികള്, അവര് രണ്ടുപേരും പരസ്പരം സമ്മതിച്ചാൽ കുറച്ച് നാളത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ ലൈംഗിക ബന്ധം ഉപേക്ഷിക്കാം. അത് ദീർഘകാലത്തേക്ക് പാടില്ല, രണ്ടുപേരും സമ്മതിച്ചിട്ടേ പാടുള്ളൂ. അതും നോമ്പുകാലത്ത് നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ പരസ്പരം സമ്മതിച്ചിട്ട് മാത്രം, ഒരാൾ നിർബന്ധിക്കാൻ പാടില്ല. ആ കാലം കഴിഞ്ഞാൽ അവർ വീണ്ടും ഒന്നിക്കുകയും വേണമെന്നൊക്കെ 1 കൊരിന്തോസ് 7:5 പൗലോസ് പറയുന്നുണ്ട്. നമുക്ക് ഉപേക്ഷിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. മദ്യപാനം, പുകവലി, ലഹരിയുടെ ഉപയോഗം, മറ്റു ദുശീലങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ചില സൗഹൃദങ്ങൾ വേണ്ടെന്ന് വെക്കുക, പാപം ചെയ്യാൻ സാധ്യതയുള്ള ചില സന്ദർശനങ്ങൾ വേണ്ടെന്ന് വെക്കുക, TV കാണൽ കുറയ്ക്കുക. അതായത് ഇപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ സ്ത്രീകൾ എന്തുമാത്രം സീരിയൽ കാണുന്നുണ്ടെന്ന്. സ്ത്രീകളൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അത്ര ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും സീരിയലിൽ കാണുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഈ അന്ത്യചർച്ചയ്ക്ക് കാണാൻ വേണ്ടിയിരിക്കുന്ന പുരുഷന്മാരുണ്ടല്ലോ, അത് കുറയ്ക്കുക. വചനം വായിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുക. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ, എല്ലാ ദിവസവും ദിവ്യകാരണം സ്വീകരിക്കാൻ പറ്റിയാൽ അങ്ങനെ. നല്ല ആഴമേറിയ ബൈബിൾ വ്യാഖ്യാനം നൽകുന്ന യൂട്യൂബ് ചാനൽ കാണുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അങ്ങനത്തെ മാത്രം കാണുക. ഈ ഇക്കിളിപ്പെടുത്തുന്നതും കൗതുകം തൃപ്തിപ്പെടുത്തുമായ സംഗതികൾ അതല്ല ഇപ്പോൾ വേണ്ടത്. മറിച്ച് ആഴമേറിയ ബൈബിൾ വ്യാഖ്യാനം, ലിറ്റർജി, ദൈവശാസ്ത്രം അതെല്ലാം കേൾക്കാനായിട്ട് സമയം കണ്ടെത്തുക. നമ്മുടെ ലിറ്റർജിയെ കൂടി ആഴത്തിൽ പഠിക്കുക. അൽമാർക്ക് നന്നായിട്ട് അറിവുള്ളത് കൊണ്ടാണ് ഇപ്പൊ സഭ ആ നിലയ്ക്ക് നമ്മളൊരു പച്ചപ്പോട് കൂടി നിൽക്കുന്നത്. നമ്മുടെ സഭയുടെ പാരമ്പര്യം എന്താണ്, ലിറ്റർജി എന്തെന്ന് ജനങ്ങൾക്ക് അൽമാർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അത് കുറച്ചുകൂടി പഠിക്കാനുണ്ട്. ഈ സമരരംഗത്തുള്ളവരും ഇത് പഠിക്കണം. നേതാക്കന്മാർക്ക് ഈ മെത്രമാരെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ വിമത വൈദികരെ പോലെയാണ് ചില നേതാക്കന്മാരും. അവർക്ക് ദൈവശാസ്ത്രം ഒന്നും അറിയില്ല, എന്തിനോ വേണ്ടിയൊക്കെ സമരത്തിന് പോകുന്നു. അത് പോരാ, എന്തുകൊണ്ട് പോകുന്നു എന്ന് കൂടി നമ്മൾ അറിയണം. അതിനാൽ മനസ്സ് ചേർത്ത്, ഹൃദയം ചേർത്ത് ലിറ്റർജിയെക്കുറിച്ച് പഠിച്ച് അതിന്റെ ചൈതന്യത്തിലേക്ക് നമ്മൾ തന്നെ ചേർത്ത് വെച്ച് ഈ നിർമ്മല തിങ്കൾ ആചരിക്കുമ്പോൾ സീറോ മലബാറുകാരും പാപമോചക ചൊവ്വയും വിഭൂതി ബുധനം ആചരിക്കുമ്പോൾ ലത്തീൻ സഭയിലുള്ളവരും കർത്താവിന്റെ പീഡാസഹനത്തോട് ചേർന്ന് അവന്റെ ഉയർപ്പിനുള്ള പ്രത്യാശയിലും അവന് തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെടാനുള്ള മോഹത്തോടെയും സ്വർഗത്തിൽ കുരുത്തോല പിടിച്ചുകൊണ്ട് അവനെ എതിരേൽക്കുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്താനുള്ള തീവ്രമായ ആഗ്രഹത്തോടെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുക. കർത്താവിന്റെ കൃപ നമ്മളെ നയിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.